Okay, let's move on to the lesson, the happiness machine. So one day, Leo Hoffman moved slowly through his garage, which he was changed into a workshop for his mastercraft and novel invention, the happiness machine. ഇപ്പോൾ ഒരു ദിവസം one day, Leo Hoffman he is moving slowly in his garage. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്യാരേജ് കംപ്ലീറ്റ് ആയിട്ടൊരു വർക്ക്ഷോപ്പാക്കി ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഫോർ ഹിസ് novel invention, for his new invention, which what was that? It was the happiness machine. So he was going to invent a machine named happiness machine, and he started searching for some wood, color wire, hammer, spanners and the like. So he is searching for so many things. കുറച്ച് മരവും കുറച്ച് വയർ ഇങ്ങനെ പലത് ഹാമർ ചുറ്റിക ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? അതെ, ഹാപ്പിനെസ് മെഷീൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് his mind is full of perplexing questions. He was forming in his mind, should the machine be sometimes you carry in your pocket or something that carries you in its pocket? അപ്പോൾ നമുക്കറിയാം ഒരു ആൾ ഒരു സംഭവത്തെ ഒരു സാധനത്തെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ ഇവിടെയും ഈ ലിയോൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഇവിടെ ഈ മെഷീൻ ഒരാൾക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ളതായിരിക്കുമോ, അല്ലെങ്കിൽ ആ മെഷീനെ അയാളെ കൊണ്ട് നടക്കുന്ന പാകത്തിലുള്ളതായിരിക്കും. വെദർ ഇറ്റ് ഈസ് ബിഗ് ഓർ എ സ്മോൾ വൺ, ഓർ വെദർ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി ഓർ നോട്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കുറേ ചോദ്യങ്ങൾ. സോ എനിവേ ദ മെഷീൻ ഷുഡ് മേക്ക് വൺ ഹാപ്പി. സോ വാട്ട് എവർ മേ ബി ദ സൈസ് ഓർ എക്സ്പെൻസ്, ഒരു കാര്യം മാത്രം ലിയോന് നിർബന്ധമാണ്, ദിസ് മെഷീൻ ഷുഡ് മേക്ക് വൺ ഹാപ്പി. So he is thinking, how can you make one happy, or how can you find happiness in your life? What are the feelings associated with happiness? So he is thinking. നമുക്കറിയാലോ ഒരു സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിന്തിക്കണം. അപ്പോൾ ലിയോ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഒരാളെ ഹാപ്പി ആക്കാൻ പറ്റുക, എന്തൊക്കെ ഇമോഷൻസ് ആണ്, എന്തൊക്കെ ഫീലിങ്സ് ആണ് ഹാപ്പിനെസ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഒരാൾക്ക് റിയൽ ഹാപ്പിനെസ്സിനെ കണ്ടെത്താനായിട്ട് ലൈഫിൽ സാധിക്കുക. സോ ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ഹി ജസ്റ്റ് ടേക്ക് ദ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിനണിംസ് ഫോർ ഹാപ്പിനെസ്. അപ്പോൾ അവിടെ ഡിക്ഷണറിയിൽ നിന്ന് അദ്ദേഹം ഹാപ്പിനെസ്സിന് നേരെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നതാണ്, ലെന, ആർ യു പ്ലീസ്ഡ്, കണ്ടൻറ്റഡ്, ജോയ്ഫുൾ ഓർ ഡിലൈറ്റഡ്? അപ്പോൾ അതിലുള്ള എല്ലാ അർത്ഥങ്ങളും അദ്ദേഹം ചോദിക്കുക. അതിനോടുള്ള ഹാപ്പിനെസ്സിന് നേരെയുള്ള എല്ലാ വാക്കുകളും ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്ലീസ്ഡ് ആണോ, കണ്ടൻറ്റഡ് ആണോ, ജോയ്ഫുൾ ആണോ, ഡിലൈറ്റഡ് ആണോ? ഓൾ ദീസ് വേർഡ്സ് ആർ synonyms of happiness. So she stopped the work and read out the list again, please. So she just became what we can say, ഒരു ആകെ കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ടല്ല എന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞ ലിസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. സോ ക്ലോസിങ് ദ ബുക്ക് ഹി സെഡ്, സേ യെസ് ഓർ നോ. നീ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, നീ ആകെ ഒരു യെസ്സോ നോവോ പറയുക. ആർ ഇൻ യു ഹാപ്പി, ജോയ്ഫുൾ ഓർ ഡിലൈറ്റഡ്? നീ ഹാപ്പി ആണോ, ജോയ്ഫുൾ ആണോ, ഡിലൈറ്റഡ് ആണോ? അപ്പോൾ ലെന അതിന് മറുപടി പറയുന്ന നോക്കുക. അവർ ഡൊമസ്റ്റിക് വൺസ് ആർ കണ്ടൻറ്റഡ്, അവർ ബേബീസ് ആർ ദ പീപ്പിൾ ഓഫ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഹിയർ ആർ ഡിലൈറ്റഡ്, ആൻഡ് ഡു യു നോ വെദർ ഐ ആം ഹാപ്പി ഓഫ് ഡൂയിങ് ഓൾ ദീസ് ഹൗസ് ഹോൾഡ് കോഴ്സ്? ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് വൺസ്, നമ്മുടെ വി ക്യാൻ സേ. So here Lena says, okay, our domestic, our family members are happy. Our babies of the second childhood here are delighted. Second childhood means the old people they are happy. And do you think that whether I am happy doing all these household chores? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ ജോലികൾ മുഴുവൻ ചെയ്തിട്ട് ഞാൻ ഹാപ്പി ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ ആക്ച്വലി Leo is very much engaged in this in the working of this machine, or the invention of this machine, and he is not involved in his family works or in his family matters. So Lena is really disturbed with this. So she actually wish Leo to involve in the family matters.
അപ്പോൾ ഈ പറയുന്ന ഇൻവെൻഷൻസിലൊന്നും ലെന ഇൻട്രസ്റ്റഡ് അല്ല. ലെനയെ സംബന്ധിച്ച് ലിയോ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഫാമിലിയിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യണമെന്നാണ് ലെന ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ലെന ഇങ്ങനെ ഒരു ആൻസർ പറയുന്നത്. സോ ഐ നോ ഐ എം ട്രൈങ് ടു സോൾവ് ഓൾ യുവർ കംപ്ലയിൻസ്. അപ്പോൾ ലെനയുടെ ആൻസർ ചെയ്യുന്ന ലിയോ അണ്ടർസ്റ്റുഡ് ഹിസ് എന്താ ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് and Leo actually want to satisfy all the complaints of Lena. And I'm not complaining, Lee, and I never complain, but please don't ask such crazy questions for which you may not get answer. അപ്പോൾ ലെന അതിന് മറുപടി പറയുന്നത് എന്താ? ഐ എം നോട്ട് കംപ്ലൈനിങ്. ഞാനിതിനെക്കുറിച്ചൊന്നും കംപ്ലൈൻറ്റ് പറയുന്നതല്ല, ഞാനതിന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുമില്ല. എനിക്ക് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദയവായിട്ട് ഇതുപോലുള്ള ക്രേസി ക്വസ്റ്റ്യൻസ്, ഇതുപോലെ വട്ട് ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. So suddenly Lena Hoffman froze and sniffed the air. Oh my God, look at what you have done. സോ അപ്പോഴാണ് കിച്ചണിൽ വെച്ചത് കിച്ചണിൽ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചത് കാര്യം ഓർക്കുന്നത്. സോ അവൾ ഓടിച്ചെന്ന് ഓവൻ ഓപ്പൺ ചെയ്യാണ്. സോ ഫ്രം ദാറ്റ് smoke is whirling through the whole kitchen. The bread became a piece of charcoal. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പിനെസ്. അപ്പോൾ ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കാരണം എന്താ? യു ടോക്ക് ടു മീ ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നോടൊന്ന് സംസാരിച്ചത്. ദ ഫസ്റ്റ് ടൈം ഇൻ ദ 20 years. ഇപ്പോൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ 20 വർഷത്തിൽ ആദ്യമായിട്ട് ബ്രെഡ് ഒരു കഷ്ണം ചാരക്കട്ടയായി മാറി. അപ്പോൾ ലിയോ ഓഫ്മാൻ ഇവേഡഡ്. വേഗം ലിയോ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ലെനയുടെ നിന്ന് കിട്ടുന്നില്ലേക്ക് മനസ്സിലായി. ലിയോ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുകയാണ്. സോ ക്ലിങ് ക്ലാങ്സ് റിങ്സ് ബീപ്സ് സൗണ്ട്സ് ഓഫ് ടോയിൽ എക്കോഡ് rhythmically from the garage. So he is working on this machine, on the happiness machine, and he peered into the slightest happiness on any face and nook and corner. So he is trying to make it the best machine. Those days were, and he is completely involved in the working of that machine, and those days were without food, rest and sleep. So ഒരു ഇൻവെൻഷനിൽ ഫുള്ളി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ those days of Leo were without ഫുഡ് ആൻഡ് റെസ്റ്റ് ഇല്ലാതെ, ഉറക്കമില്ല, ഭക്ഷണം ഇല്ലാതെ ഫുള്ളി ആ മെഷീനെ ഉണ്ടാക്കുന്നതിൽ ലിയോ ഇൻവോൾവ് ആയി. At last the happiness machine became ready. Leo Hoffman sneaking into the kitchen, and he said, Lena, the machine is ready. Lee, you lost your pounds and our children were lacking your care. But Lena is not ready to accept. ലെനയ്ക്ക് ഇതൊന്ന് കേട്ടിട്ട് ഷീ ബിക്കെയിം നോട്ട് ഹാപ്പി ആൻഡ് ഷീ സെഡ്, നിങ്ങൾ യു ആർ ജസ്റ്റ് സ്പോയിലിംഗ് മണി ആൻഡ് യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് അവർ ചിൽഡ്രൻ. ബട്ട് യു സേ ദ മെഷീൻ ഈസ് റെഡി. So Lena is getting angry with Leo. Why? Because she says it is not possible to make a machine through a machine you can make someone happy. ഇനി ലെന പറയുന്നത് എന്താ? മാൻ കാൺ മേക്ക് സച്ച് മെഷീൻസ്, സച്ച് ചേഞ്ചസ്. ഒരിക്കലും മനുഷ്യൻ ഇതുപോലെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ലെന പറയുന്നത്. So he was awakened the next morning by the vague sound of words, dogs and people. So the machine is working, and next morning രാവിലെ പല തരത്തിലുള്ള ശബ്ദങ്ങൾ, ഡോഗ്സിൻ്റെയും ആളുകളുടെയൊക്കെ ശബ്ദം കേട്ടാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത്. അവിടെ നോക്കിയപ്പോൾ എന്താ? ബേർഡ്സ് വെയർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ റൂഫ് ആൻഡ് ദ ഡോഗ്സ് വെയർ നിയർ ദ ഡോർ ഓഫ് ദ ക്യാരേജ്. പീപ്പിൾ പിയേർഡ് ഓവർ ദ ഫെൻസ് ടു ദ ക്യാരേജ്. അപ്പോൾ എന്താ കാരണം? അവിടെ മുഴുവനും പക്ഷികൾ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. പട്ടി അടുത്ത് വന്നിരിക്കുക, ഗ്യാരേജിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പല ആൾക്കാരും ഈ മതിലിന് മുകളിൽ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം? ഈ ഹാപ്പിനെസ് മെഷീനിൽ നിന്ന് many sounds are coming out of this machine. So because of this, all these people and animals are surrounded by this. So it was a sort of sound with all kind of humming in varied frequencies. അപ്പോൾ ഈ മെഷീനിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് കൊണ്ടാണ് ഇതുപോലെ പലരും അതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സോ ടെൽ മീ സെഡ് ലെന സെഡ് ക്വൈറ്റ്ലി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലെനയ്ക്കൊരു ചെറിയ വ്യത്യാസം തോന്നുകയാണ്. ലെനയ്ക്ക് എന്തോ ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടോ ഇനി സംഭവം, ഈ മെഷീനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ?
എന്ന് ലെനയ്ക്കൊന്ന് ആലോചിക്കുകയാണ് ലെന. So tell me, Lena said quietly, standing by the side looking into the garage, could that make old men young, or I be happy in that box if you died of overwork? അപ്പോൾ അവൾ ചോദിക്കുന്ന ക്വസ്റ്റൻ ഇതാണ്, ക്യാൻ ദിസ് മെഷീൻ മേക്ക് യങ് വൺ ഓൾഡ് വൺ യങ്? വയസ്സായവരെ യങ് ആക്കാൻ ഇതിന് സാധിക്കുമോ? അതുപോലെ ഈ നിങ്ങളിത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ മെഷീൻ കൊണ്ട് എന്നെ ഹാപ്പി ആക്കാൻ അതിന് സാധിക്കുമോ? ഓർ ഐ വുഡ് ബി ലെഫ്റ്റ് അലോൺ ബൈ യു ആൻഡ് ചിൽഡ്രൻ വിത്ത് ഓൾ ദോസ് സ്റ്റുഡിയസ് ഹൗസ് ഹോൾഡ് ടാസ്ക്. ക്യാൻ ദ മെഷീൻ ഗെറ്റ് ഓൾ ദീസ് തിങ്സ് ഡൺ ഫോർ ദ ഹൗസ്, ദ കിച്ചൺ ആൻഡ് ദ ചിൽഡ്രൻ? ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തോ എനിക്ക് കുട്ടികളുടെ അടുത്തോ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ധാരാളം ജോലികൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ മെഷീൻ എനിക്ക് വേണ്ടി വീട്ടിലെല്ലാ ജോലികളും ചെയ്യുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. എൻ്റെയും അടുക്കളയിലെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമോ? സോ അതിന് ലിയോ പറയുന്ന ഉത്തരം, ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. അപ്പോൾ അങ്ങനെയല്ല ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഐ ഹാവ് ഗോട്ട് നോ ടൈം ടു ലുക്ക്, ഐ ആം സോറി. അപ്പോൾ അത് കേട്ടതോടുകൂടി വേഗം ലെന അഗെയിൻ ലെന എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഐ ആം സോറി, ഐ കുഡ് നോട്ട് ഹാവ് ടൈം ടു സ്പെയർ ഫോർ ദിസ്. വേഗം ഹസ്ബൻഡിന് ഒരു കിസ്സൊക്കെ കൊടുത്ത് ലെന അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. കാരണം വെറുതെ അതിനു വേണ്ടി സമയം കളയാനില്ല, ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക്സ് ടു ഡു എന്ന് പറഞ്ഞ് ലെന അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. അപ്പോൾ ലിയോ വീണ്ടും ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലിയോ വിചാരിച്ചു ഇപ്പം പറയാതിരിക്കുന്നതാണ് നല്ലത്, എന്തായാലും നാളെ ഒന്നുകൂടി പറഞ്ഞ് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. So late that night he heard someone crying. So he entered the children's room and saw Paul weeping bitterly, burying his face in the pillow. Saul, you had a nightmare? The boy wept. ഇപ്പോൾ എന്താണ്, അവരുടെ മകൻ എന്തോ ഒരു പേടി സ്വപ്നം കൊണ്ട് കരയാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പോലും ലിയോ കിട്ടുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ മെഷീനെ കുറിച്ചുള്ള ഭയം കൊണ്ടോ എന്തൊക്കെയോ കൊണ്ടായിരിക്കാം സോള് എന്തോ ഒരു നൈറ്റ് മെയർ കണ്ടു. ആൻഡ് the boy is crying. So then in the moonlight he saw the open door of the carriage and he went down. Leo is again going to the carriage, and so he just got inside and he is thinking whether ഇത് ഇനി ശരിക്കും ഈ മെഷീൻ ആളുകളെ ഹാപ്പി ആക്കില്ലേ, അവനെ ഈ മോനെ പോലും ഹാപ്പി ആക്കാൻ ഇതിന് പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. So the next day Leo succeeded in leading his wife to the 8-foot tall orange colored machine. പിറ്റേ ദിവസം ലിയോൻ്റെ കമ്പൽഷൻ കൊണ്ട് ആ മെഷീനിൽ ലെന കയറാൻ സമ്മതിക്കുകയാണ്. അതൊരു 8 അടിയുള്ള മെഷീൻ, ഒരു ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള മെഷീനാണ്. സോ ഓക്കെ, യു ടെസ്റ്റ് യുവർ ഡാം തിങ് വിത്ത് മീ ആൻഡ് സ്പെയർ മൈ ചിൽഡ്രൻ, ഡോണ്ട് ഗിവ് ദം നൈറ്റ് മെയർസ്. ഇപ്പോൾ എന്താ, ഓക്കെ നിങ്ങളുടെ ഈ സംഭവം, ഈ ഒരു സാധനം ഞാൻ തന്നെ പരീക്ഷിക്കാം, പക്ഷേ നിങ്ങൾ ദയവായിട്ട് ഇനി ഇതിൽ കയറി അവസാനം എൻ്റെ കുട്ടികൾ അനാഥരാവുന്നൊരവസ്ഥ വരുമോ, എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ ഇനിയും പേടി സ്വപ്നം കൊടുക്കാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലെന എൻ്റർ ചെയ്യുന്നത്. സോ ഓൾ ദി ചിൽഡ്രൻ ഗ്യാതേർഡ് അറൗണ്ട് ദ ബോക്സ്. സോ അമ്മ അല്ലെങ്കിൽ തന്നെ അച്ഛനെ ആവശ്യത്തിന് കിട്ടുന്ന ആകെ ഇവർക്ക് എല്ലാത്തിനുള്ളത് അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അവിടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. So which button do I press to myself, overjoyed, contented and delight? Mama said Saul, don't. Mama said Saul, don't. അപ്പോൾ എന്താ, ലെന ഈസ് ആസ്കിങ് ഏത് ബട്ടണാണ് ഞാൻ ഇതിൽ ഞെക്കേണ്ടത്, ഞാൻ ഡിലൈറ്റഡ് ആവാനായിട്ട്, ജോയ്ഫുൾ ആവാനായിട്ട്. അപ്പോൾ സോൾ പറയാണ്, മമ്മ ഡോണ്ട് പ്രസ് എനി ബട്ടൺ. So we need to check it out, Saul. She got into the machine and sat look at her husband. അപ്പോൾ ഞങ്ങൾക്കിതൊന്ന് പരിശോധിക്കണം എന്ന് പറയുകയാണ് സോള്. പക്ഷേ ലെന അപ്പോഴും ഹസ്ബൻഡിനെ വിശ്വസിച്ചിട്ട് ലെന പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടല്ല, ഈ മനുഷ്യനെ ഇത്രയും പാടേച്ചുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാനിത് ചെയ്യാനായിട്ട് റെഡിയാണ്. സോ പ്ലീസ് ഹി സെറ്റ്. എന്നിട്ട് അവളോട് പ്രസ് ചെയ്യേണ്ട ബട്ടൺ കാണിച്ചു കൊടുക്കുകയാണ്. സോ ദ ഡോർ ഷട്ട്, ദർ വാസ് എ ക്ലിക്ക് ആൻഡ് ദ മെഷീൻ ഷിവേർഡ് ആൻഡ് ഗ്രൗൾഡ്. ഒരു വൈൽഡ് ഡോഗിനെ പോലെ മെഷീൻ മുരളാൻ തുടങ്ങി, അത് മെഷീൻ കിടന്ന് ഷിവർ ചെയ്യാൻ തുടങ്ങി. സോ പാപ്പ, സോൾ ഹഗ്ഡ് ഹിസ് ഫാദർ ഫ്രം ബിഹൈൻഡ്. ഈസ് മമ്മ ഓൾ റൈറ്റ് ആസ് നയോമി. സോ വേഗം സോള് വന്ന് പപ്പയെ ഹഗ് ചെയ്യുകയാണ്, പേടിച്ചിട്ട് മമ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ. നയോമി ചോദിക്കുകയാണ്, ഇവരൊക്കെ മക്കളാണ്, ഇവരുടെ
നയോമി ചോദിക്കുകയാണ്, മമ്മിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? The machine continued making strange sounds. All right, she is fine. Listen. From inside the box, they could hear Lena's excited yells. But from the machine, they could hear Lena making many excited sounds. She says, Paris, Rome, the pyramids, perfume, the blue Danube. All these heard from inside. Music, I'm dancing. Only she thinks she is dancing, he announced to the world. അപ്പോൾ മറ്റുള്ളവരോട് ലിയോ പറയുകയാണ്, ഷീ ഈസ് നോട്ട് ആക്ച്വലി ഡാൻസിങ്, ഷീ ഫീൽ ഷീ ഈസ് ഡാൻസിങ്. അമേസിങ് വോയിസ് റാങ് ഫ്രം ഇൻസൈഡ് അഗെയിൻ. സോ ലിയോ ഓഫ് മാൻ ബ്ലഷ്ഡ് വിത്ത് പ്രൈഡ്. അപ്പോൾ ലിയോയ്ക്ക് ഹാപ്പി ആവാണ്, കാരണം ലിയോ ഉണ്ടാക്കിയത് കൊണ്ട് ഉപകാരം ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ലിയോൻ്റെ ഉദ്ദേശം ഫലിച്ചല്ലോ എന്നുള്ള അഹങ്കാരത്തോടുകൂടി ലിയോ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ്, എന്താ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ശരിയും സന്തോഷമൊക്കെ പോയിക്കൊണ്ട് അദ്ദേഹം കേട്ടത് ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. സോ ഷീ ഈസ് ക്രൈങ് സെറ്റ് നയോമി. അപ്പോൾ നയോമി പറഞ്ഞു, ഇതാ അമ്മ കരയാണ്. അപ്പോൾ ലിയോയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ഹി കുഡൻറ്റ് ബിലീവ്, ബിക്കോസ് it is for happiness. This machine is for happiness that never makes someone cry. So no, she simply can't be. He opened the door. Please, Lee, let me finish. She cried for some more. അപ്പോൾ വേഗം ഡോറ് തുറക്കുകയാണ്. എന്തിനാണ് ഈ കരയുന്നതെന്ന് വിചാരിച്ച് വേഗം ഡോറ് തുറക്കുകയാണ്. അപ്പോഴും ലെന ഈസ് നോട്ട് റെഡി ടു കം ഔട്ട് ഓഫ് ദ മെഷീൻ. ആൻഡ് ഷീ സെഡ്, ലെറ്റ് മീ ഫിനിഷ് മൈ cry, let me finish my sorrow. Stunned, he heard the head turned. വേഗം ആകെ എന്താണെന്നുള്ള ആലോചിച്ചിട്ട് ലിയോ വേഗം മെഷീൻ ഓഫ് ചെയ്യാണ്. അതിന് പറയുന്ന കമൻ്റ് എന്താണ്? മെഷീനെ കുറിച്ച് ലെന പറയുന്ന ഫീഡ്ബാക്ക് എന്താണ്? ഇറ്റ് ഈസ് ദ സാഡസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്ത് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദുഃഖം തരുന്ന ഒരു മെഷീനാണിത്. And she explained why she gives such a feedback. First there was Paris. So what is wrong with Paris? Parisന് എന്താ കുഴപ്പം? So you made feel that I am in Paris. നിങ്ങൾ എന്നെ ഫീൽ ചെയ്യിച്ചു ഞാൻ പാരീസിലാണെന്ന്. ബട്ട് ഐ നോ ഐ എം നോട്ട് ഇൻ പാരീസ്. എനിക്കൊരിക്കലും ഞാൻ പാരീസിലല്ലെന്നും ഞാൻ അവിടേക്ക് പോകാൻ പറ്റില്ല എന്നും എനിക്കറിയാം. You made me dance on the dance floor, but we haven't danced for 20 years. ഞാൻ ഡാൻസ് ഫ്ലോറിലാണെന്നും ഡാൻസ് ചെയ്യുകയാണെന്നും നിങ്ങൾ എന്നെ ഫീൽ ചെയ്യിച്ചു. പക്ഷേ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്തിട്ടേ ഇല്ല. ഐ വിൽ ടേക്ക് യു ടു ദ ഡാൻസ് ഹൗസ് ടുമോറോ മോർണിംഗ്, ലിയോ ക്രൈ ടു കൺസോൾ ഹെർ. ലിയോ വേഗം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നാളെ തന്നെ ഞാൻ നിന്നെ ഡാൻസ് ഹാളിൽ കൊണ്ടുപോകാം. നോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഈവൻ ദോ യുവർ മെഷീൻ തിങ്സ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മെഷീനാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്നെ കൊണ്ടുപോവുക എന്ന് വേണ്ട നിങ്ങൾ. ദെൻ വാട്ട് എൽസ്? വീണ്ടും ചോദിക്കുകയാണ്, ഇനി എന്താണ് നിൻ്റെ പ്രശ്നം? ഇത് കേട്ടതോടുകൂടി ലിയോ ആകെ ഡിസ്റ്റർബ്ഡ് ആവാണ്. കാരണം ലിയോ ഉദ്ദേശിച്ചത് ലെനയെ മാക്സിമം ഹാപ്പി ആക്കാമെന്നാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും എന്താണ് പ്രശ്നം? ദ മെഷീൻ സേസ് ഐ എം യങ് ബട്ട് ഐ നോ ഐ എം നോട്ട്. ഇപ്പോൾ മെഷീൻ പറഞ്ഞു ഞാൻ യങ് ആണെന്ന്, പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ യങ് അല്ല, ഞാൻ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യുവർ മെഷീൻ മേക്സ് എ സൺസെറ്റ് ലാസ്റ്റ് ഫോർ എവർ, ദ എയർ ഫ്രാഗ്രൻ്റ് ആൻഡ് ടെമ്പറേച്ചർ ഫൈൻ. നിങ്ങളുടെ മെഷീൻ എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൺസെറ്റാണ് എനിക്ക് കാണിച്ചു തന്നത്. അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഗുഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ള നല്ല ടെമ്പറേച്ചറുള്ള ഒരു സൺസെറ്റാണ് എനിക്ക് കാണിച്ചു തന്നത്. ദെൻ അതിനെന്താണ് പ്രശ്നം? എന്താണ് അതിൽ ദുഃഖിക്കാനുള്ളത്? ഹൂ വാണ്ട്സ് എ സൺസെറ്റ് ടു ലാസ്റ്റ് ഫോർ എവർ? എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസെറ്റ് ആരും ആഗ്രഹിക്കില്ല. വി ലവ് സൺസെറ്റ് ബിക്കോസ് ഇറ്റ് കംസ് ആൻഡ് ഗോസ് അല്ലേ? നമ്മളെന്തുകൊണ്ടാണ് സൺസെറ്റിനെ ഇഷ്ടപ്പെടുന്നത്? ഒരു സൺസെറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോർണിംഗ് വരും, അല്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസം നമുക്ക് സൺസെറ്റ് കാണാം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ അതുപോലെ വേറൊരു കാര്യം എന്താ? വെൻ അവർ ചിൽഡ്രൻ വെയിറ്റ്സ് ഫോർ ലഞ്ച്. എനിക്കിവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, ഇതൊക്കെ വീട്ടിലെ ജോലികളൊക്കെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു സൺസെറ്റ് കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക? പിന്നെ നമ്മളെപ്പോഴും യു മെയ്ഡ് ദ ക്വിക്ക് തിങ്സ് ഗോ സ്ലോ ആൻഡ് ബ്രോഡ് ഫാർ അവേ തിങ്സ് കം ക്ലോസ്. സ്പീഡിൽ ഉള്ള വളരെ ക്വിക്കായിട്ടുള്ള വസ്തുക്കളെ നിങ്ങൾ സ്ലോ ആയിട്ട് കാണിച്ചു, അതുപോലെയുള്ള ദൂരെയുള്ള വസ്തുക്കളെ നിങ്ങൾ അടുത്ത് കൊണ്ടേ കാണിച്ചു.
പക്ഷെ ഇതും ശരിയല്ല. കാരണം എന്താ, നമ്മൾ ക്യുക്കായിട്ടുള്ള വസ്തുക്കളെ സ്ലോ ആയിട്ട് കാണുന്നത്, ക്യുക്കായിട്ടുള്ള വസ്തുക്കളെ ക്യുക്കായതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ദൂരെയുള്ള വസ്തുക്കളെ നമ്മൾക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ദൂരെയുള്ളതിനെ ഇഷ്ടപ്പെടുന്നത്. ബട്ട് ഇപ്പോഴും ലിയോ അഗെയിൻ സെയ്ഡ്, ഐ സ്റ്റിൽ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റോങ് വിത്ത് ദ മെഷീൻ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ലിയോ ജസ്റ്റ് എൻ്റർ ഇൻ ടു ദ മെഷീൻ ആൻഡ് ഹീസ് ജസ്റ്റ് സ്വിച്ച് ഓൺ ദ മെഷീൻ. ബട്ട് ജസ്റ്റ് when he just began to relax, float with colors. അദ്ദേഹം ആ ഒരു റിലാക്സ് ചെയ്ത് വരുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? He heard someone screaming, "Fire, Papa, the machine on fire." ആ മെഷീന് തീ പിടിച്ചു. The boys dragged him out when someone broke the door open. ആരോ ഡോറ് ഒരു വിധത്തിൽ പൊളിച്ച് തുറന്നപ്പോഴേക്കും ദേഹത്തെ വലിച്ച് പുറത്തേക്കിടാണ്. എ മഫിൾഡ് എക്സ്പ്ലോഷൻ. അവിടെ നിന്ന് ഇവിടെ നോക്കി പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ശബ്ദം, മെഷീൻ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. Then Lena Hoffman ensured the machine burning very well and then yelled out, "Saul, call the fire department." അപ്പോൾ ലെനയ്ക്ക് ആ മെഷീനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലെന അത് കത്തിത്തീരുന്നത്, ഒരുവിധം നന്നായി കത്തുന്നത് വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് സോളിനോട് പറഞ്ഞത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്ക്, തീ അണയ്ക്കാൻ എന്ന് പറയുന്നത്. സോ ലെന ഓഫ്മാൻ ഗ്രാൻഡ് പാസ് പ്ലോഡിങ് ഡോഗ്ലസ് ആൻഡ് all the family members, they were gathered around just to watch. The garage is full of machine and many people, the old men across the ravine and all children from 6 blocks around watched the firemen striving to put the soaring flames out. അപ്പോൾ അവിടെയുള്ള അടുത്തുള്ളവരും കുട്ടികളും മുതിർന്നവരും എല്ലാം വന്ന് നോക്കുകയാണ് ഇത് ഗ്യാരേജിന് തീ പിടിച്ച് ഫയർമാൻ അത് അണയ്ക്കാൻ നോക്കുന്നത്. So Hoffman's children felt proud of the giant flames coming out from their garage, which became a visual treat for everyone. എന്തോ അവർക്ക്, മറ്റുള്ള കുട്ടികൾക്ക്, ലിയോൻ്റെ കുട്ടികൾക്ക് അതൊരു വലിയൊരു പ്രൈഡായി. അവർക്കൊരു ചെറിയ എന്താ, ഞങ്ങളുടെ വീട്ടിലാണല്ലോ തീ പിടിച്ചത് എന്നുള്ള വലിയൊരു അഹങ്കാരത്തോടുകൂടി അവർ നിന്നു. And grandfather Spalding keenly studied the smoke ball making mysterious patterns in the sky. ഗ്രാൻഡ് ആണെങ്കിലോ ആ മെഷീനിൽ നിന്ന് വരുന്ന, കത്തുന്നതിൽ നിന്ന് വരുന്ന പുക, അത് പലതരത്തിലുള്ള പാറ്റേൺസ് ആകാശത്തുണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. സോ വാസ് ദാറ്റ് യുവർ ഹാപ്പിനെസ് മെഷീൻ? ലെറ്റ് മീ ഫിഗർ ഔട്ട് ലേറ്റർ ആൻഡ് ഐ വിൽ ടെൽ യു. അപ്പോൾ ഇതായിരുന്നോ നിൻ്റെ ഹാപ്പിനെസ് മെഷീൻ എന്ന് ചോദിക്കുകയാണ് ഗ്രാൻഡ് പാ. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ പറയാം. So Leo, Lena said, "I hope it won't take a year to figure them out." അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും എടുക്കും ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഇനി കറക്റ്റായിട്ട് ഏതായിരുന്നു ഹാപ്പിനെസ് മെഷീൻ ഈ കിടക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയമെടുക്കും. So Lena said, the house putting things back to, I want to make the putting things to normal. വീട്ടിലെ എല്ലാ സാധനങ്ങളും ലിയോ ഇതിൻ്റെ പേരിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾക്ക് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് ഈ ഇൻവെൻഷൻ്റെ പേരിൽ. അപ്പോൾ ലെന ഈസ് ആസ്കിങ് ഹെർ ചിൽഡ്രൻ ടു ഹെൽപ്പ് ഹെർ ടു മേക്ക് തിങ്സ് ബാക്ക് ടു നോർമൽ. പല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോർമലിലേക്ക് ആക്കാനായിട്ട് കുട്ടികളോട് സഹായിക്കാൻ പറയുകയാണ് ലെന. So Leo Hoffman left with grandfather and his children when the fireman and the people had gone. Leo Hoffman left with grandfather. So Leo is spending his time with grandfather and he steered his boat through the wet ashes and ruins and said. അപ്പോൾ കുട്ടികൾ അത്രയും നേരം ഫയർമാൻ പോകുന്നവരെ അവരുടെ അടുത്ത് നിന്നു. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ലിയോ ജസ്റ്റ് കാലുകൾ കൊണ്ട് ആഷസ് തട്ടി ഇട്ട് ലിയോ സ്വയം പറയുകയാണ്, "ദ ഫസ്റ്റ് തിങ് യു ലേൺ ഇൻ ലൈഫ്, യു ആർ എ ഫൂൾ." സ്വയം പറയുകയാണ്, ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ ഒരു ഫൂളാണ്. യു വോണ്ട് ടു സീ ദ ഹാപ്പിനെസ് മെഷീൻ? It got patented more than 1,000 years ago and still there, even though not good all the time. ഇത്
ഇതിനു മുൻപേ തന്നെ പലരും പേറ്റൻ്റ് എടുത്ത് കഴിഞ്ഞതാണ്. പക്ഷെ അതൊരു എവർ ലാസ്റ്റിംഗ് ആയിട്ട് ഈ ഹാപ്പിനെസ് മെഷീനെ പലരും ഇതിനു മുൻപേ തന്നെ പേറ്റൻ്റ് എടുത്തതാണ്. ആൻഡ് ഇറ്റ് ഗോട്ട് പേറ്റൻറ്റഡ് മോർ ദാൻ 1000 years ago ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ ഈവൻ ദോ നോട്ട് ഗുഡ് ഓൾ ദ ടൈം. എപ്പോഴും ഗുഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ് ബ്രിങ് ചെയ്തിരുന്നില്ലെങ്കിൽ കൂടിയും അത് ഒരു കൂടുതൽ സമയം അത് ഹാപ്പിനെസ് ബ്രിങ് ചെയ്തിരുന്നു. അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുമാണ്. ബട്ട് ഇറ്റ് റൺസ് ഓൺ ആൻഡ് ഓൺ. സോ ബട്ട് ദ ഫയർ സെറ്റ് ദ ഡഗ്ലസ്. അപ്പോൾ ആ ഫയറൊക്കെ ഉണ്ടായിരുന്നു, ആ ഹാപ്പിനെസ് മെഷീൻ നശിച്ചു പോയി എന്ന് പറഞ്ഞതോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ലിയോ പറയാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം ഹാപ്പിനെസ് മെഷീൻ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറയാം. ഡോണ്ട് കൗണ്ട്, ഇറ്റ് ഡസൻ ടേക്ക് എ ഇയർ ടു ഫിഗർ ഇറ്റ് ഔട്ട് വാട്ട് ഹാസ് ബീൻ ബേൺഡ്, ലീവ് ദാറ്റ് വർത്ത്ലെസ്. അപ്പോൾ ആ ഒരു മെഷീനൊക്കെ അതൊക്കെ വിട്ടോ. ലുക്ക് ദ ഹാപ്പിനെസ് മെഷീൻ, ഞാൻ റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് മെഷീനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് വിൻഡോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് നോക്കുകയാണ്. ദേ ഓൾ ലുക്ക്ഡ് ത്രൂ ദ ലാർജ് വിൻഡോ പെയിൻ. വിൻഡോയിലൂടെ അവരെല്ലാവരും കൂടി ഫാമിലിയിലേക്ക് നോക്കുകയാണ്. സോ എവറി സെൻസ് ഓഫ് ദ ബോഡി വാസ് ഇൻസ്പയർഡ് ബൈ ബിഗ് ആൻഡ് ടൈനി റിപ്പിൾസ് ഓവർ ദെയർ. അപ്പോൾ ഫാമിലിയിൽ കണ്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും അവർ ഒബ്സർവ് ചെയ്യണം. സോ സോൾ ആൻഡ് മാർഷൽ ദേ വെയർ പ്ലേയിങ് ചെസ്. ഈച്ച് ആൻഡ് എവറി ഫാമിലി മെമ്പേഴ്സ് all of them, they were engaged in their duties. Saul and Marshall, they were playing chess. Rebecca laying out silver in the dining room, and Naomi, she was cutting paper doll dresses. Doll nolla paper doll dresses ഉണ്ടാക്കുകയാണ്. And Ruth watercolor ചെയ്യാണ്. Joseph was running the electric train. He's playing with the train, and Lena is engaged. Lena, the wife of Leo, she was engaged in the kitchen. So you could hear far away voices and someone singing in a high sweet voice. So if we are ready to listen to that, then only we can hear that voice. Some happy music is there in this sweet scene. ഒരു ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളിലും ഉള്ള എല്ലാ തരത്തിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഹാപ്പി മ്യൂസിക് കേൾക്കാം. ആൻഡ് യു കുഡ് ഫീൽ ദ അരോമാസ്, ഗുഡ് സ്മെൽ ഓഫ് ബേക്കിംഗ് ബ്രെഡ് ആൻഡ് ദ ടെംപ്റ്റിംഗ് ബട്ടർ. സ്വീറ്റ് ബ്രെഡിൻ്റെയും ബട്ടറിൻ്റെയും ഒക്കെ സ്മെല്ല് ദ കിച്ചണിൽ നിന്ന് വരുന്നുണ്ട്. സോ എവ്രിതിങ് സെയിം ടു ബി വർക്കിംഗ് ഫൈൻ. എല്ലാവരും ഫാമിലിയിലെല്ലാം നല്ല ഗുഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലിയോ ഓഫ് മാൻ ഗേസ് സെറൻലി ത്രൂ ദ വിൻഡോ. സോ ദെൻ when the grandfather show Leo all these things, he realized that this is the real happiness. There it is, feeling the healing touch of all the bits and pieces of the household, and sheer ecstasy, he said, the happiness machine. He realized this is the happiness machine. The family itself is the happiness machine. We want to find every human, they are trying to find out the happiness from someone outside or something outside, but it is there in ourselves. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഹാപ്പിനെസ് ഉള്ളത്. നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിനെ നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള പലതിലുമാണ് നമ്മൾ ഹാപ്പിനെസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ റിയൽ ഹാപ്പിനെസ് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് റിയൽ ഹാപ്പിനെസ് ഉള്ളത്. നമ്മളത് കാണുന്നില്ല. അതിന് പകരം നമ്മൾ ഈ ഹാപ്പിനെസ്സിനെ പലയിടത്തും അന്വേഷിച്ചുകൊണ്ടെടുക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മളെ ബ്രദറും സിസ്റ്ററും ഹസ്ബൻഡും വൈഫും എല്ലാ സഹോദരങ്ങളും എല്ലാത്തിലുമുള്ള റിലേഷൻഷിപ്പിലും സുഹൃത്തുക്കളായിട്ടുള്ള റിലേഷൻഷിപ്പിലും എല്ലാത്തിലുമാണ്, ഫാമിലിയുടെ ഐക്യത്തിലൊക്കെയാണ് ഹാപ്പിനെസ് ഉള്ളത്. അല്ലാതെ നമ്മൾ പക്ഷേ ആ ഹാപ്പിനെസ്സിന് വേണ്ടി പലതിലുമായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിയൽ ഹാപ്പിനെസ് അവിടെ തന്നെയാണ് ഉള്ളത്. ഇതാണ് ഹാപ്പിനെസ് മെഷീൻ എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്.